SSLC സോഷ്യൽ സയൻസ് എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാം ഈ പടിവാതിൽക്കലെത്തില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് ശേഷം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് മാപ്പിൻ്റെ ക്വസ്റ്റ്യനാണ്. മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ യാതൊരു കാരണവശാലും നിങ്ങൾ തുടക്കത്തിൽ എഴുതരുത്. ഏറ്റവും അവസാനം വേണം നിങ്ങൾ നിങ്ങളുടെ മാപ്പ് ക്വസ്റ്റ്യൻ എഴുതാൻ. അപ്പോൾ മാപ്പ് ക്വസ്റ്റ്യൻ ഏറ്റവും അവസാനത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുക കേട്ടോ. അതൊരിക്കലും നിങ്ങൾ തുടക്കത്തിൽ എഴുതരുത്. രണ്ടാമതായിട്ട് ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും നിങ്ങൾക്ക് 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും എസ്സേ ഉണ്ട്. ആ എസ്സേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ, ആ എസ്സേ ചോദ്യം നിങ്ങൾക്ക് വൃത്തിക്ക് അറിയാൻ പറ്റുമെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതുക. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. എസ്സേ ചോദ്യങ്ങൾ, അത് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. 1 വേർഡുകൾ നിങ്ങൾ തുടക്കത്തിൽ എഴുതിക്കുക. ആകെ 5 മാർക്കിനെ 1 വേർഡ് ചോദിക്കുള്ളൂ. ആ 5 1 വേർഡ് നിങ്ങൾ തുടക്കത്തിൽ എഴുതിക്കുക. നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ ഇട്ട് വെക്കുക. ലാസ്റ്റിലേക്ക് ഓർമ്മ വരുമ്പോൾ അതിന് ആൻസർ ഒന്ന് എഴുതാം. മാച്ച് ദ ഫോളോയിങ് ഒക്കെ നിങ്ങൾക്ക് തുടക്കത്തിൽ എഴുതുമ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ സഹായിക്കും. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി പോവുക. അറിയാത്ത ചോദ്യങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. ഒരു ചോദ്യത്തിന് മുകളിലും മാർക്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല. 2 മാർക്കിനാണെങ്കിൽ 2-3 പോയിന്റ് എഴുതിയാൽ മതി. 3 മാർക്കിനാണെങ്കിൽ 3-4 പോയിന്റ് എഴുതിയാൽ മതി. 4 മാർക്കിനാണെങ്കിൽ 4-5 പോയിന്റ് എഴുതിയാൽ മതി. അനാവശ്യമായിട്ട് ഒരു പോയിന്റ് പോലും എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത്. മാർക്കിനനുസരിച്ച് എത്ര മാർക്കിനാണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് സോഷ്യൽ സയൻസ് എക്സാം എഴുതുക. എല്ലാവർക്കും സോഷ്യൽ സയൻസ് എക്സാം ഈസി ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്.